നമസ്കാരം. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ 25% അധിക തീരുവ ചുമത്തില്ലെന്ന് സൂചിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുന്ന രാജ്യങ്ങൾക്കെതിരെ അധിക തീരുവകൾ ചുമത്തുന്ന കാര്യത്തിലാണ് ട്രംപ് നിലപാട് മയപ്പെടുത്തിയത്. റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളായ ഇന്ത്യയെ അമേരിക്ക തീരുവകൾ ചുമത്തിയതിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള 25% തീരുവയ്ക്ക് പുറമെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% അധിക തീരുവ ട്രംപ് ചുമത്തിയത്. US അധിക തീരുവ ഏർപ്പെടുത്തിയതിൻ്റെ പേരിൽ മോസ്കോയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി നിർത്തിയതായി ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. ഓഗസ്റ്റ് 27-നാണ് അധിക ചുങ്കം നിലവിൽ വരുന്നത്. യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയ്ക്കും അവരിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക ഭീഷണി മുഴക്കിയിരുന്നു. ചൈനയും ഇന്ത്യയുമാണ് റഷ്യൻ എണ്ണ കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങൾ. US അധിക തീരുവകൾ ചുമത്തിയതിന് പിന്നാലെ റഷ്യയ്ക്ക് ഇന്ത്യ എന്ന ഉപഭോക്താവിനെ നഷ്ടമായി. റഷ്യൻ എണ്ണയുടെ 40% വാങ്ങിയിരുന്നത് ഇന്ത്യയാണ്. ചൈനയും ധാരാളം എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഞാൻ ദ്വിതീയ ഉപരോധമോ താരിഫോ ഏർപ്പെടുത്തിയാൽ അവർക്കത് വലിയ തിരിച്ചടിയായിരിക്കും. അത് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യും. ചിലപ്പോൾ എനിക്ക് അത് ചെയ്യേണ്ടി വരില്ല. അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ചർച്ചയിൽ റഷ്യ യുക്രൈൻ വെടിനിർത്തലിൽ ധാരണയായില്ല. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്കെതിരായ തീരുവ നടപടികൾ കടുപ്പിക്കുമെന്നും റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ നിലവിൽ ചുമത്തിയിട്ടുള്ള 25% പിഴ ഇനിയും ഉയർത്തുമെന്നും ഉപരോധമടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും നേരത്തെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിരുന്നു. അലാസ്ക ഉച്ചകോടിക്ക് ശേഷം അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്ക് മേൽ ട്രംപ് 50% തീരുവ ചുമത്തിയത്. ആദ്യം 25% തീരുവയും പിന്നീട് 25% അധിക തീരുവയും ചുമത്തുകയായിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഉടനടി പ്രതികാര നടപടി വേണ്ടെന്ന നിലപാടിലാണ് ട്രംപ്. എന്നാൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് വീണ്ടും പരിഗണിക്കേണ്ടി വന്നേക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. കൂടിക്കാഴ്ച വളരെ നന്നായി നടന്നുവെന്നാണ് കരുതുന്നതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തെക്കുറിച്ചും ചൈനയ്ക്ക് മേൽ ചുമത്താൻ സാധ്യതയുള്ള തീരുവകളെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു ട്രംപിന്റെ പരാമർശം. അതേസമയം ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്തിയതുകൊണ്ട് പുടിനെ തടയാൻ കഴിയില്ലെന്നും യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ അഭിസംബോധന ചെയ്യാൻ ട്രംപിന് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ പുടിനെ ശിക്ഷിക്കുകയും യുക്രൈന് സൈനിക സഹായം നൽകുകയാണ് വേണ്ടതെന്നും US ഡെമോക്രാറ്റിക് പാനൽ പ്രതികരിച്ചിരുന്നു. ഇന്ത്യയും ചൈനയുമാണ് റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കൾ. എന്നാൽ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചപ്പോൾ ചൈനയോട് US അത്തരം നടപടി സ്വീകരിച്ചിരുന്നില്ല. വിഷയത്തിൽ പരോക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിരുന്നു. സ്വന്തം കഴിവിലും വിഭവങ്ങളിലും വിശ്വസിക്കാം, ഡോളറിനെയും പൗണ്ടിനെയും മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നാണ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി പറഞ്ഞത്. USന്റെ നടപടിക്ക് മറുപടി നൽകണമെന്ന ആവശ്യവും BJPയിൽ ശക്തമായിരുന്നു. യുക്രൈൻ റഷ്യ വെടിനിർത്തലിൽ നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അലാസ്ക കൂടിക്കാഴ്ച യാതൊരു ധാരണയിലും എത്താതെയാണ് പിരിഞ്ഞത്. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ വെടിനിർത്തലിനായിട്ടുള്ള അന്തിമ കരാറിൽ എത്തിയില്ലെങ്കിലും പല കാര്യങ്ങളിലും ധാരണയായെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. തുടർ ചർച്ചയ്ക്കായി ട്രംപിനെ റഷ്യയിലേക്ക് പുടിൻ ക്ഷണിക്കുകയും ചെയ്തു. 6 വർഷത്തിന് ശേഷമാണ് പുടിനും ട്രംപ് നേരിട്ട് കാണുന്നത് എന്ന പ്രത്യേകതയും ഈ ചർച്ചയ്ക്കുണ്ടായിരുന്നു.